വീണ്ടും പാകിസ്ഥാൻ ഇന്ത്യൻ വ്യോമ മേഖല ഭേദിച്ച് നമ്മുടെ ജനവാസ കേന്ദ്രങ്ങളെയും മിലിറ്ററി കേന്ദ്രങ്ങളെയും ആക്രമിക്കാൻ എത്തിയതിന് മറുപടിയുമായി ഇന്ത്യ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് വരുന്നത്. പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് വ്യാപകമായ തിരിച്ചടി പാകിസ്ഥാന് മേൽ ഇന്ത്യ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. LOC കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ ഇന്റർനാഷണൽ ബോർഡർ കേന്ദ്രീകരിച്ചും ആണ് പാകിസ്ഥാൻ ഇന്ന് രാത്രിയിൽ വ്യോമാക്രമണം നടത്തിയത്. അതിന് മറുപടി എന്നോണം ജമ്മു സെക്ടറിന്റെ ഓപ്പോസിറ്റ് ജമ്മു സെക്ടറിന്റെ മറുവശത്തേക്ക് ഇന്ത്യ വൻതോതിൽ റിറ്റാലിയേറ്റ് ചെയ്യുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. അങ്ങനെ വരുമ്പോൾ നേരത്തെ ഖരിയാനിൽ ഇന്ത്യൻ ഡ്രോൺ കണ്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഖരിയാൻ മേഖല കേന്ദ്രീകരിച്ച അപ്പോൾ ജമ്മു സെക്ടറിന്റെ മറുഭാഗം എന്ന് പറയുമ്പോൾ ഖരിയാൻ അടക്കം സിയാൽകോട്ട് അടക്കമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ച് ഇന്ത്യൻ തിരിച്ചടി നടക്കുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ശക്തമായ തിരിച്ചടിക്ക് ഈ രാത്രി തന്നെ ഇന്ത്യ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ജനവാസ കേന്ദ്രങ്ങൾ ഇന്ത്യൻ പൗരന്മാരെ ലക്ഷ്യമിട്ടൊക്കെയാണ് പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ഏതാണ്ട് 26 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് 200ഓളം ഡ്രോണുകളാണ് ഇന്ന് വൈകിട്ട് രാത്രിയോടെ പാകിസ്ഥാൻ ഇന്ത്യൻ മണ്ണിലേക്ക് കടത്തിവിട്ടത്. ആ 26 കേന്ദ്രങ്ങൾക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങളെയും ചെറുക്കാൻ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയുകയും ചെയ്തു. ഇതാ ഇപ്പോൾ ഈ രാത്രിയുടെ ഈ മണിക്കൂറിൽ ഏറ്റവും പുതിയ വാർത്ത പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങളിൽ നിന്ന് വരുന്നത് ഇന്ത്യ തിരിച്ചടിക്കുന്നു ശക്തമായി എന്നുള്ളതാണ്. അത് എവിടെയൊക്കെ ഏത് സ്ഥലങ്ങൾ എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു കാര്യം സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, ജമ്മു സെക്ടറിൻ്റെ ഓപ്പോസിറ്റ് ഇന്ത്യ റിറ്റാലിയേറ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് പ്രതിരോധ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അത് എന്തിൻ്റെ മറുപടിയാണ് എന്നുള്ളതും കൃത്യമായി ആ വാർത്താക്കുറിപ്പല്ല വാർത്താ വിവരങ്ങളിൽ ഉണ്ട്. അത് ഇന്റർനാഷണൽ ബോർഡർ കടന്നും ഒപ്പം തന്നെ LOC കടന്നും പാകിസ്ഥാൻ ഇന്ന് വൈകുന്നേരം രാത്രിയിൽ നടത്തിയ ആക്രമണ ശ്രമങ്ങൾക്ക് മറുപടിയാണ് ഇപ്പോൾ ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഡൽഹി കേന്ദ്രീകരിച്ച് നിർണായകമായ യോഗങ്ങൾ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെ അവസാനിച്ചിരിക്കുന്നു. നാളെ വീണ്ടും പ്രതിരോധ മന്ത്രി നേരിട്ട് യോഗം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രതിരോധ മന്ത്രി നേരിട്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന സംഘർഷങ്ങൾക്ക് അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ആക്രമണങ്ങൾക്ക് മറുപടി നൽകാനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമാകുന്നു. പ്രതിരോധ മന്ത്രി നേരിട്ട് തന്നെ അതിന് നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ യോഗം പ്രധാനമന്ത്രിയുടെ യോഗം കഴിയുമ്പോൾ തന്നെ പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ സൂചിപ്പിച്ചിരുന്നത് ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകാൻ സേനാ വിഭാഗങ്ങൾക്ക് നിർദ്ദേശം നൽകി എന്നുള്ളതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഖരിയാനിൽ ഇന്ത്യൻ ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. അതിന് പുറമേ ഇപ്പോൾ വരുന്ന വാർത്ത ജമ്മു സെക്ടറിന്റെ ഓപ്പോസിറ്റ് ഇന്ത്യ വലിയ തോതിൽ പാകിസ്ഥാനിലേക്ക് ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ്. അത് ഇന്ത്യയുടെ മറുപടിയാണ്. ഈ രാത്രിയിൽ ഇരുട്ടിന്റെ മറവിൽ പാകിസ്ഥാൻ ഒളിപ്പോരിന് വന്നപ്പോൾ അത് ചെറുത്ത ശേഷം ആ രാജ്യത്തിന് ഇന്ത്യ നൽകുന്ന മറുപടിയാണ് ഇപ്പോൾ ജമ്മു സെക്ടറിന്റെ മറുഭാഗത്ത് പാകിസ്ഥാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പൂജ, നിലവിൽ ഇപ്പോൾ എന്തായാലും തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇന്ത്യ എന്നുള്ള വിവരം